നിങ്ങളത് തീരെ തന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി അവിടെ നിന്ന് ജയിലിൽ. അതുകൊണ്ട് കുമാർ ഒരു സെക്കൻഡ്, എനിക്കറിയാം കുമാർ എന്റെ വളരെ അടുത്ത സ്നേഹിതനായതുകൊണ്ട് കുമാർ പറയാൻ പോകുന്ന മേഖല എന്നാണ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് സീരിയസ് ഇല്ലാതെ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി. കുമാർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാപനം എന്ന് പറയാവുന്ന ഏഷ്യാനെറ്റ് നടത്തിയ സർവേയിൽ അവർ ഒരു സീറ്റ് കാണുന്ന ഒരു മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഞങ്ങൾ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം താങ്കൾക്ക് വേണ്ടി ഞാൻ ചെയ്തു വരട്ടെ. കൊടുങ്ങല്ലൂർ, ഇതിന് ചുറ്റുമാണ് കുമാറിന്റെ സ്വപ്നങ്ങൾ വട്ടവിട്ട് പറക്കുന്നത്. എന്താണ് കൊടുങ്ങല്ലൂരിന്റെ സ്ഥിതി? 2011 നിയമസഭയിൽ LDF-ന് 55,000, UDF-ന് 64,000, BJP-ക്ക് 6,732. ഇതാണ് കൊടുങ്ങല്ലൂർ. ഇവിടെയാണ് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയുടെ മോഡിലാണ് കുമാറിന്റെ സ്വപ്നങ്ങൾ വട്ടമിട്ട് പറക്കുന്നത്. ഓക്കെ, നടക്കില്ലല്ലോ ആദ്യത്തെ ഒരു നടക്കില്ല. ഓക്കെ, 2014 ലോകസഭയിൽ എന്ത് സംഭവിച്ചു? LDF 51, UDF 47, BJP 18. ഇനി 2015 ഇതാണ് കുമാർ വീണ്ടും ഊന്നുന്നത്. 63,000 വോട്ട് LDF-ന്, 50,000 വോട്ട് UDF-ന്, BJP-ക്ക് 33,000. അതായത് LDF-ന്റെ ഏറെക്കുറെ പകുതി. ഇതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രകടനം നടത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ 0 എന്ന് ഞങ്ങൾ കൊടുത്ത BJP-യുടെ സംഖ്യയെ താങ്കൾ യോജിക്കുന്നുണ്ട്? പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കുമാർ യോജിക്കും. എനിക്കറിയാം കുമാർ ആ ഇടനെഞ്ചിലത്ത് കൈവച്ചിട്ട് വേണം അജിത്ത് കൈവച്ചു കൊടുക്ക്. ശൂരനാഥ്, ഇവിടെ BJP-യുടെ വോട്ടിംഗ് പെർസെന്റേജ് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു. ഒരു സംശയമില്ല. 5.7 എന്നുള്ളത് 12+ ആയി. 5.3 എന്നുള്ളത് 12+ ആയി. അതിന്റെ തട്ടുകേട് ശൂരനാടിന് കിട്ടി, കുറച്ച് ഡോക്ടർ ഐസക്കിനും കിട്ടി. തട്ടുകേട് കൂടുതൽ ശൂരനാട് കിട്ടിക്കൊണ്ട് ഐസക്ക് രക്ഷപ്പെട്ടു. അതാണ് അല്ലെ? ഇത് മുഴുവനും കൊടുങ്ങല്ലൂരാണ് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് ആ സീറ്റ് കിട്ടും. 12.1 കൂടിയ അത് മുഴുവൻ അതെങ്ങനെയാ സംഭവിക്കണം? അതേ ഉള്ളൂ. താങ്കൾ രാഷ്ട്രീയ മീമാംസകനല്ലേ? അതേ ഉള്ളൂ സാധ്യത. ഡോക്ടർ ഐസക്കിന്റെ ശിഷ്യനാണെന്ന് എനിക്ക് സംശയമുണ്ട്. അത് കുമാറിനെ ഇളക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ലാല കുത്തിയതാ. അതായത് ഈ 12.1 മുഴുവൻ തെക്കൻ കേരളത്തിൽ കിട്ടുമെന്ന് പറയണ മുഴുവൻ ഈ കൊടുങ്ങല്ലൂരേക്ക് ഗാൽവനൈസ് ചെയ്താൽ കുമാറെ നടക്കും. കുമാർ സമ്മതിച്ചല്ലോ. ഓക്കെ, കുമാർ അല്ല, കുമാറിന്റെ സന്ദേഹങ്ങളും സംശയങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്റെ അംഗീകാരത്തോടു കൂടി ഈ കാർഡുകളൊന്നും മാറ്റണ്ട, മാറ്റിക്കൊള്ളുക. പക്ഷെ നിങ്ങളുടെ അംഗീകാരം എനിക്കുണ്ടെന്നുള്ള എനിക്ക് അറിയാം. ഒന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും ചോദിക്കാം. എന്തായാലും ഇതാണ് മധ്യ കേരളത്തിന്റെ. അജിത്തെ എന്തെങ്കിലും പറയാനുണ്ടോ? മധ്യ കേരളം കുമാറിനൊപ്പം എങ്കിൽ പോലും ഒരുപക്ഷെ ഇവിടെ ചർച്ച ചെയ്യേണ്ട മറ്റു ചില, ഇപ്പം കുമാർ വെള്ളാപ്പള്ളിയുടെ പേര് കുമാർ പറയുന്നില്ല. പറയരുതെന്ന് വെള്ളാപ്പള്ളി ഇന്നലെയും പറഞ്ഞു. SNDP എന്ന് പറയാൻ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. BDJS. നമ്മുടെ സുഹൃത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ നമ്മുടെ ഒപ്പം ഉണ്ട് ടെലിഫോണില്. വെള്ളാപ്പള്ളി ചേട്ടാ, ജോൺ ബ്രിട്ടാസ് ആണിത്. ശ്രീ വെള്ളാപ്പള്ളി, ഇത് ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പിയെ പറയൂ. ശ്രീ വെള്ളാപ്പള്ളി നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ഡോക്ടർ തോമസ് ഐസക് ഉണ്ട്, ശ്രീ ശൂരനാടുണ്ട്, BJP-യുടെ MS കുമാറുണ്ട്, മംഗളത്തിന്റെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അജിത്തുണ്ട്, ഡോക്ടർ ലാലുണ്ട്. താങ്കൾ കേൾക്കുന്നുള്ളൂ അതോ കേൾക്കുന്നില്ല എന്ന് നടിക്കുകയാണോ? എനിക്കറിയില്ല എന്താണെന്ന്. അദ്ദേഹം ഞാൻ പറയുന്നത് മാത്രം സൂത്രത്തിൽ കേട്ടോണ്ടിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോണോ? ശ്രീ വെള്ളാപ്പള്ളി, ഇവിടെ BJP-യുടെ നേതാവ് ചോദിക്കുന്നു, അതായത് BDJS-ഉം BJP-യും തമ്മിലുള്ള സഖ്യത്തെ കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് താങ്കൾക്ക് പ്രതികരിക്കാൻ പറ്റുമോ? അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് നമ്മുടെ കൺട്രോൾ റൂമിൽ പറഞ്ഞു. അദ്ദേഹത്തിന് കുറച്ചും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതായത് ഈ ചോദ്യത്തോട് ഇപ്പോൾ
മറുപടി പറയുന്നത് ശരിയാകില്ല. പാർട്ടിയുടെ കമ്മിറ്റി ചേർന്ന ശേഷം മാത്രമേ പറയാൻ കഴിയൂ. അപ്പൊ കുമാറെ, നിങ്ങളെ അങ്ങനെ പൂർണ്ണമായിട്ടും വെള്ളാപ്പള്ളി നമ്പാൻ തയ്യാറാണ്? അല്ല, വെള്ളാപ്പള്ളിയെ നമ്പിയാണ് BJPയുടെ ഏറ്റവും വലിയ പരാജയം. അതാണ് എന്തിനു BJPയുടെ വെള്ളാപ്പള്ളിയുടെ പുറകെ പോയി. കുമാർ നിശബ്ദത ഭഞ്ജിക്ക്. ആ നിശബ്ദത ഒന്ന് ഭേദിച്ച് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, എന്തിനാ എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങളെ കേട്ടുള്ളൂ, ഞങ്ങളാരും കേട്ടില്ല. അല്ല, ഞാൻ എന്തായാലും കുമാർ ഇതുവരെ കുമാറെ ഞാൻ വഴിതിരിച്ചിട്ടില്ല. അതെ, നമ്മുടെ കൺട്രോൾ റൂമിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടി യുക്തമായ തീരുമാനം എടുക്കുന്നതുവരെ BJPയുമായിട്ടൊരു സഖ്യം ഉണ്ടാക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. കുടിച്ചല്ലോ. പാർട്ടിയുടെ കാര്യങ്ങളൊന്നും ഞാനല്ല പറയുന്നത്, അതൊന്നും എന്നോട് ചോദിക്കണ്ട. അതൊക്കെ അതിന്റെ ചെയർമാനോട് ചോദിക്കാൻ പറഞ്ഞു. എങ്കിൽ പിന്നെ BJPയുടെ തെറ്റായി പോയ പൊന്നു കുമാർ, ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞ്, അതായത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞ അവസരവാദ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടമാണ്, BDJS അങ്ങനെയൊക്കെ തന്നെയാണ് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം താങ്കൾ അറിവിലേക്ക്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ കൺട്രോൾ റൂമിനോട് പറഞ്ഞത്, ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കാൻ തക്ക സമയമായിട്ടില്ല അദ്ദേഹത്തിന്റെ. അതെ, പക്ഷെ എത്ര കാലം താങ്കൾ കാത്തിരിക്കും? മാത്രമല്ല, അദ്ദേഹം വേറൊരു കാര്യം കൂടി ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവിടെയുള്ള ഒരു നേതാക്കന്മാരോടും ചർച്ചയ്ക്ക് തയ്യാറല്ല, സാക്ഷാൽ അമിത്ഷായോട് മാത്രമേ ചർച്ച ചെയ്യൂ. അതാണോ താങ്കളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? അലട്ടുന്നതിന് അത് ആരെങ്കിലും ചർച്ച ചെയ്താൽ മതിയുണ്ടോ? BJPയുടെ ആരെങ്കിലും ചർച്ച ചെയ്താൽ മതി. അതിപ്പോ ഡോക്ടർ ഐസക് ഒന്നും വിട്ടില്ല, എനിക്കറിയാം. കുമാർ പറഞ്ഞല്ലേ വ്യക്തമായിട്ട്, അത് അദ്ദേഹം ആരുമായിട്ട് സംസാരിച്ചോട്ടെ, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ കാരണം, ഈ അടുത്ത കാലത്ത് കുമാർ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ? അദ്ദേഹം ഉമ്മൻചാണ്ടിയെ വാനോളം പൊഴുത്തി. അത് യാഥാർത്ഥ്യമല്ലേ. മാത്രമല്ല, ചേര, അണലി, തേള് തുടങ്ങിയ ആരൊക്കെയാണ്? ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം, അത് ഏതാണെന്ന് പറയണം. PK കുഞ്ഞാലിക്കുട്ടി പറയൂ, ആരാണ്? മാണി പറയൂ, ഇതിൽ ആരാണ് മൂർഖൻ പറയൂ, രമേശാണോ, ആരാണെന്ന് പറ. ഇതൊക്കെ നിങ്ങളുടെ സൃഷ്ടികളാണ്. എനിക്ക് മാത്രമല്ല, അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ ഉമ്മൻചാണ്ടി മന്ദസ്മിതം തൂവിക്കൊണ്ട് അത് അംഗീകരിച്ചു. എനിക്കൊരു ചോദ്യം, ഞാൻ ഇതിനെ പരിഭാഷപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് തേള്? ആദ്യം പറയാം, ആരാണ് അണലി? നിയമസഭയിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാത്ത പ്രതിപക്ഷത്തെ പറ്റി അദ്ദേഹം പറഞ്ഞത്, CPM-നെ പറ്റിയാ പറഞ്ഞത്, BJP ഒരു സൂചന. നമുക്ക് അതിഭാവത്തെ ആകാം, പക്ഷേ ഈ പറഞ്ഞ പോലെ കൂടെ എന്തായാലും ഐസക്കിന്റെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് അവിടുത്തെ KPC ഇരിക്കണ്ടേ, ഇങ്ങനെ പുറത്താക്കാതെ അതൊരു കാര്യം. അജിത്ത് പറ, ആരാണ് തേളെന്ന് പറ. ആരാണ് തേളെന്ന് പറ. ആരാണ് തേള്? ആരാണ് അണലി? ആരാണ് മൂർഖൻ? തേള് തമ്പാനൂർ രവി. ഓക്കെ, അണലി ആരാണ്? ബെന്നി ബേരാൻ. മൂർഖനാണ്. മൂർഖനോ? പുള്ളി കാട്ടിലേക്ക് ഞാൻ വിട്ടു. അതായത് തേളും അണലി കിട്ടി, പക്ഷെ മൂർഖനാറാത്തുള്ളത് ഷുഗറിനാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പൊ എനിക്ക് ഊഹിക്കാം ആരാത്തുള്ളത്. ഷുഗറിനാണ്. ഇത് അജിത്തിന്റെ ഒരു തന്ത്രമാണ്. എന്താ കാരണം അറിയാം? അജിത്ത് നല്ല ഫോമിലായിരുന്നു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എല്ലാരും ചർച്ചയിൽ ഫോം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. BJP ഒരുപക്ഷെ ശ്രീകുമാർ, നമ്മളൊരു BJP BDJS ആ ഒരു മേഖലയുടെ ഒരു പ്രത്യേകത, നമ്മളിപ്പം മധ്യകേരളം കടന്നു. നമ്മൾ ഈ പറഞ്ഞ മധ്യകേരളത്തിലെ റിസൾട്ട് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ആ മേഖലയിൽ ഉരുത്തിരിയുന്ന ചില രാഷ്ട്രീയ സമവാക്യങ്ങളെ കുറിച്ച് ഒരു സൂചന കൊടുക്കാൻ വേണ്ടി വരട്ടെ. BJP BDJS സഖ്യം മുന്നണികളെ ബാധിക്കുമോ? ഇതാണ് ചോദ്യം. എന്താണ് ബിബീഷ് സാർ ചോദിക്കൂ, പറയൂ. ആ ചോദ്യം എങ്ങനെയാണ്? വെള്ളാപ്പള്ളി നടേശന്റെ പുതിയ പാർട്ടിയായ BDJS-ഉം BJP-യും ചേർന്ന് ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ അത് LDF UDF മുന്നണികൾക്ക് ദോഷകരമായി മാറും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഓക്കെ, ഇവിടെ എനിക്കൊന്ന് ചേർക്കാനുണ്ട്. പിന്നെ ഡോക്ടർ ഐസക്, ഇത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് മാത്രമാണ് ഫ്ലൂയിഡ് ആയത്. അതിനു മുമ്പ് ഏറെക്കുറെ BJP BDJS സഖ്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു, അല്ലെ കുമാരൻ? അപ്പോഴാണ് സർവേ. അപ്പം ആ സമയത്തുള്ള ചോദ്യമായതുകൊണ്ടാണ് ഈ ചോദ്യം ഇങ്ങനെ വന്നത്. വെള്ളാപ്പള്ളി ഇങ്ങനെ നിറമാണെന്നുള്ള കാര്യം എന്റെ കുമാരനെ പോലെ തന്നെ ഞാനും വിചാരിച്ചില്ല. ഓക്കെ, ബാധിക്കില്ല. അതായത് ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞാൽ UDF-നെയും ബാധിക്കില്ല, LDF-നെയും ബാധിക്കില്ല. 49%, 21% പേർ ബാധിക്കുമെന്ന് പറയുന്നു.
പ്രതികരിക്കാത്തവർ നമ്മുടെ അജിത്തിന്റെ ലാലിന്റെ പാർട്ടി 29.9. അതെന്തുകൊണ്ടാണ് അവിടെ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരളം മുഴുവനുള്ള ഒരു പ്രതിഭാസമല്ല ഈ BDJS എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഒരുപക്ഷെ ഈ പറഞ്ഞ മധ്യ കേരളത്തിൽ, തെക്കൻ കേരളത്തിലാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഈ പ്രതികരിക്കാത്തവരും ബാധിക്കില്ല എന്ന് പറയുന്നവരൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. ബാധിക്കുമെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അജിത്തെ, ഈ ഒരു കണക്കിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. വെള്ളാപ്പള്ളിയുടെ ക്രെഡിബിലിറ്റി നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആർക്കാ സംശയമുണ്ട്? ഇന്ന് നിങ്ങൾ ഈ സർവേ നടത്തുകയാണെങ്കിൽ ഈ ബാധിക്കും എന്ന് പറയുന്നവര് ഒരു 10% പോരും. കാരണം വെള്ളാപ്പള്ളി പക്ഷേ സൂര്യനാട്, പക്ഷെ വേറെ അപ്പൊ താങ്കൾ ഉദ്ദേശിക്കുന്നത് BJPയുടെ 5.3 12 ആകുമ്പോൾ വെള്ളാപ്പള്ളി ഫാക്ടർ ഒന്നും ഇല്ലാന്ന് പറയുന്നത് സൂര്യനാട്? അല്ല, നമുക്കത് തെളിയിക്കേണ്ടതാണ്. കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. കാരണം അദ്ദേഹം ഇപ്പൊ ഞങ്ങളെ പറ്റിയൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞല്ലേ വരുന്നത്. എങ്ങനെ പോകുന്നു എനിക്കിപ്പോ ഒരു സംശയം എന്ന് അറിയാം. കുമാർ ഇപ്പൊ മൗനം പൂജിക്കുമ്പോൾ ഇത് അവസാനം ഇപ്പൊ UDFന്റെ സഖ്യകക്ഷിയായി മാറൂ. അല്ല, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമോ? ഉണ്ടാകാനൊരു സാധ്യതയില്ല. ദുരന്തം ശൂര രാജശേഖരൻ ഒരുപാട് ദുരന്തങ്ങളെ താങ്കൾ സമീപിക്കുക അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരില്ല. അത് KPC പ്രസിഡന്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടില്ല. ശരി, ഇവരുമായിട്ടൊരു ബന്ധം. ഉമ്മൻചാണ്ടി ഇന്നേ വരെ കമാന്നൊരു വാക്ക് വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞു. KPC പ്രസിഡന്റ് കുമാറെ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞു. അപ്പൊ രമേശ് ചെന്നിത്തലയും പറഞ്ഞു അവരുമായിട്ടൊരു ബന്ധം വേണ്ട, നമുക്ക് വേണ്ട, നമുക്കില്ല. പക്ഷെ ഒരു കാര്യം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്നേ വരെ ഒരു വാക്കെതിരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ വാതിലുകൾ ആർക്കും തുറന്നു കൊടുക്കുന്നു. ഇപ്പം എന്തിനാണ് അഡ്വാൻറ്റേജ് BJPക്ക് കൊടുക്കുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ച് ഒരു 2% 2% വന്നോട്ടെന്ന് വിചാരിച്ചെന്ന കുഴപ്പം സൂര്യനാണ്. അത് വെള്ളാപ്പള്ളി അൺടച്ചബിൾ ആണോ നിങ്ങൾക്ക്? ഈ ഉമ്മൻചാണ്ടിയുടെ കഴിഞ്ഞ കാലം നോക്കിയാൽ ഒരിക്കലും അങ്ങനെ ഒരു കോംപ്രമൈസ് നടത്തുന്ന ആളല്ല. ഞാൻ പറഞ്ഞ ചോദിച്ച രീതിയിലുള്ള ഒരു കോംപ്രമൈസ് നിൽക്കുന്ന ആളല്ല അദ്ദേഹത്തിന്. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ചോദിച്ച ചോദ്യം കൊണ്ടാണ് പുള്ളിക്ക് പ്രശ്നമായത്. പറഞ്ഞത് BJPക്ക് 2% അങ്ങനെയൊന്നും ഉമ്മൻചാണ്ടിയുടെ രക്തം നോക്കിയാൽ ഒരിക്കലും അങ്ങനെ ഒരു കോംപ്രമൈസ്. ഏത് രക്തം? B പോസിറ്റീവ്, B നെഗറ്റീവ്, എന്ത് രക്തത്തിന്റെ കാര്യമാണ്? ഒരു സെക്കൻഡ്, BJPയുമായിട്ട് കോംപ്രമൈസ് ഉണ്ടാവുമോ എന്നുള്ളതാണ് ഉത്തരം പറയുന്നത്. അങ്ങനെയല്ലേ പറഞ്ഞത്? BJP ആയിട്ടല്ല, ഒരു ചെറിയ BDJS-ഉമായിട്ട് UDF ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടോ? അല്ല, KPCCയുടെ വ്യക്തമായ നിലപാട് പ്രസിഡന്റ് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഒതുക്കുന്നേ ഇല്ല. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി എന്തിനാ പറയുന്നത്? KPCC പ്രസിഡന്റ് പറഞ്ഞാൽ പോലെ. ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാലോ, ഇന്നേ വരെ ഉമ്മൻചാണ്ടി ഒരു വാക്ക് പോലും വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ കേരളത്തിൽ EMS ഭരിച്ചിട്ടുണ്ട്, അച്യുതമേനോൻ ഭരിച്ചിട്ടുണ്ട്, കരുണാകരൻ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ 957 മുതൽ ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുഖ്യമന്ത്രി അത് ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ശ്രീ സൂര്യനാട് പോലും ഇത് പറയുന്നത് എനിക്ക് സംശയമുണ്ട്. സൂര്യനാട്, ഒരു സെക്കൻഡ്, ഞാൻ ഒരു ചോദിച്ചു, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണോ? കേരള മതി. സോറി താങ്കൾ തിരിച്ചാകൂടി പറയാൻ പോകുന്നത് കേട്ടല്ല. ഈ പറഞ്ഞ അബ്ദുറബ് കൊടുത്തുപോലത്തെ A+ ആയിരിക്കും. അതെ, വിട്ടുകളെ. നിങ്ങളൊരു നിഷ്കളങ്കനായതുകൊണ്ട് നിങ്ങളുടെ മുഖത്തെല്ലാം വന്നു. അതാണ് ഈ മനുഷ്യന് വിക്ക് വരുന്ന എപ്പോഴാണ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി. അടുത്ത് ഇനി കുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതും BJPയും BDJS തമ്മിലൊരു ബന്ധമുണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ ഉന്നയിച്ച ചോദ്യത്തോടുള്ള പ്രതികരണം വരട്ടെ. BJPക്ക് വോട്ട് ചെയ്യുന്നവർ വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുമോ? ഇത് BJPക്കാരോട് മാത്രം ചോദിച്ചൊരു ചോദ്യമാണ്. BJPക്ക് വോട്ട് ചെയ്യുന്നവർ വെള്ളാപ്പള്ളി BJPക്കാണ് വോട്ട് എന്ന് പറഞ്ഞ ശേഷം ഉപചോദ്യത്തിൽ വന്നതാണ്. അതായത് ഉവ്വ എന്ന് പറയുന്നവർ 65% പേർ. അതായത് ആ രാഷ്ട്രീയ സഖ്യത്തെ മാനിക്കാൻ BJPക്കാർ 65% തയ്യാറാണ്. പക്ഷേങ്കിൽ
ഇല്ല എന്ന് പറഞ്ഞവരുടെ എണ്ണം 30%, പ്രതികരിക്കാത്തവർ 5%. 35 വയസ്സ് 30. ഇതിൽ നിന്ന് എന്താണ് അജിത് കുമാർ വായിക്കേണ്ടത്? 30+5 35 പേര് ആണോ? 35 പേര് എതിരാ? കാരണം വെള്ളാപ്പള്ളി BJP-ക്കാരുടെ മൊത്തം ഒരു അവകാശം വെള്ളാപ്പള്ളി എടുക്കുന്നതിനെ എതിർക്കുന്നവരാണ് BJP-ക്കാർ. അതായത് BJP-യുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ വെള്ളാപ്പള്ളിയിൽ കൊണ്ട് അടിയറ വെക്കുന്നതിനെ എതിർക്കുന്നവരാണ് നല്ലൊരു ശതമാനം BJP-ക്കാർ. വെള്ളാപ്പള്ളിയുടെ രംഗപ്രവേശനം തന്നെ കേരള മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്വപ്നം കണ്ടുകൊണ്ട് BJP-യിലുള്ള ഇന്നൊരു വലിയ സവർണ വിഭാഗത്തിന് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് ആ ലൂക്വാമിനസ് അന്ന് തുടങ്ങിയതാണ്. സള്ളൻ ഫേസ് ആയിരുന്നു BJP മുഴുവൻ. ഇവിടുത്തെ BJP-യേക്കാൾ ആവേശം ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക്. അതെന്താണെന്നറിയോ ഡോക്ടർ ഐസക്? അത് എനിക്ക് കുമാറിനും അറിയാവുന്ന ഒരു രഹസ്യമുണ്ട്. അതായത് ഈ അമിത്ഷാ ഒരു സർവേ ടീമിനെ ഏൽപ്പിച്ചു. ഈ സർവേ അല്ല കേട്ടോ, ആ സർവേ ടീം. ഇനി താങ്കൾ ചെയ്യേണ്ടത് ഇപ്പൊ ശൂരനാട് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് വിൽക്കുക. ഓക്കെ, വേറെ കാര്യമില്ല. ഞാൻ ഇപ്പോഴൊക്കെ ആലോചിച്ചോണ്ടിരുന്നറിയോ, ഒന്ന് വിൽക്കുക. ഞാൻ ഇത്ര നേരം ആലോചിച്ചോണ്ടിരുന്നത്, ഇന്നലെ ഞാൻ ഈ സർവേ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ സർവേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്? അപ്പൊ പറഞ്ഞു വളരെ റാൻഡമായിട്ട് തെരഞ്ഞെടുക്കും. ഇന്നിപ്പം പറയുന്നു കൃത്യം BJP വോട്ടർമാരെ കണ്ട് ചോദിച്ച അഭിപ്രായമാണ്. യാതൊരു ആക്ഷേപമില്ല. ഇത് നേരത്തെ പറഞ്ഞ BJP-ക്കാർ വോട്ട് ചെയ്തതായിരിക്കും, ഇത് ക്രോസ് ടാബുലേഷനിലൂടെ കണ്ടെത്തുന്നതാണ്. അതായത് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞാൽ ഒരു 4 ചോദ്യത്തിന് ഉപചോദ്യങ്ങൾ വരും. ആ ഉപചോദ്യത്തിൽ ഒരു ഉപചോദ്യം, അതായത് പല ഉപചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തിനാണ് ഈ ഉപചോദ്യം ഉൾപ്പെടുത്തിയെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഇന്ന് മധ്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കമ്പോണന്റ് ആണ് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി. ഇപ്പൊ PC ജോർജിന്റെ ബാലകൃഷ്ണപിള്ളയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ഉപചോദ്യങ്ങളുണ്ട്. പക്ഷെ ആ ഉപചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തി ഇല്ല, അതിലൊന്നും വലിയ സ്വാധീനമില്ല. ഇത് BJP വോട്ടർമാർ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന വോട്ടർമാരോട് BJP-ക്ക് വോട്ട് ചെയ്യുന്നത് BJP പ്രവർത്തകർ മാത്രമല്ല, BJP-ക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന അതിൽ താങ്കൾ അംഗീകരിച്ചത് താങ്കൾക്ക് തന്നെ അറിയാലോ. BJP വോട്ടർമാർക്ക് ഡോക്ടർ ഐസക് പറഞ്ഞൊരു കാര്യം, അതായത് കേരളത്തിലെ BJP-ക്ക് നേരത്തെ തന്നെ വെള്ളാപ്പള്ളിയോട് വലിയൊരു മമത അല്ലെ? അത് അദ്ദേഹത്തിന് BJP-യുടെ പ്രവർത്തകരെ കുറിച്ചും നേതൃനിരയെ കുറിച്ചുമുള്ള വേണ്ടത്ര ബോധ്യമില്ലാത്തതാണ്. BJP നേതൃത്വത്തിൽ സവർണരല്ലാത്ത നിരവധി പേരുണ്ട്. സവർണരല്ലാത്ത സവർണറായവരുടെ അങ്ങനെ സവർണരും ഇല്ല, അല്ലെ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളതിനേക്കാൾ ഒരു പക്ഷേ പിന്നോക്ക നേതാക്കന്മാരുള്ളത് BJP. ഞാൻ ഇത് വേറെ എന്തുകൊണ്ടാണ് ഈ അജിത് കുമാർ പറഞ്ഞത് 30 പോരാ 35% പേര് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞത്? അജിത്ത് എന്തും പറയും ഇപ്പോ. കുമാർ വ്യക്തമായി. പക്ഷേ ഇത് എനിക്കൊരൊറ്റ അപേക്ഷയുള്ള കുമാർ, ഇതൊരു പക്ഷേ BJP-ക്ക് ഒരു അപഗ്രഥനം നടത്താനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. ഇന്നലെ ശൂരനാട് ഒരുപാട് കാര്യം എഴുതിക്കൊണ്ടുപോയി KPC കൊണ്ടുപോയ പോലെ നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു പോയിന്റ് ഫേസ്ബുക്കിൽ ഇപ്പൊ ആൾക്കാർ പറഞ്ഞേ ബിട്ടാസ് നിഷ്പക്ഷനാണെന്നൊരു തെറ്റിദ്ധാരണ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. തെറ്റിദ്ധാരണയോ? ഓക്കെ, ഡോക്ടർ പ്രഭാഷ് നമ്മോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു. പ്രഭാഷ്, എങ്ങനെയാണ് BJP BDS സഖ്യത്തെ കാണുന്നത്? സഖ്യമില്ല അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഉരുത്തിരിയുന്ന ഒരു ചർച്ചകളെ താങ്കൾ കാണുന്നത് എങ്ങനെയാണ്? ബ്രിട്ടാസ്, എനിക്കത് തോന്നുന്നത് ഇതിനകത്ത് ഈ ഒരു ഫൈൻഡിങ്, സർവേയിൽ ഈ ഒരു ഫൈൻഡിങ്ങിന് പിന്നെ അത് വലിയ അത്ഭുതത്തിന് വകയില്ലാത്തൊരു കാര്യമാണ് നടത്തുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് നോക്കുക, ഈ അന്ന് വെള്ളാപ്പള്ളി ഫാക്ടറി ഏറ്റവും കൂടുതലും BJP-ക്ക് അനുകൂലമായിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പിന്നെ ഈ വെള്ളാപ്പള്ളി ഫാക്ടറി വലിയ ഒരു ഘടകമായിട്ട് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഇങ്ങനെ ഒരു സമുദായം, പ്രത്യേകിച്ച് ഒരു ഈഴവ സമുദായത്തിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിക്ക് സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു ചരിത്രവും നമ്മൾ കേരളത്തിലില്ല. ഇപ്പോൾ SRP നമുക്കറിയാം, അതുപോലെ NDP നായർ വിഭാഗത്തിൽ നിന്ന് വന്ന NDP. അപ്പോൾ SRP-യുടെയും NDP-യുടെയും ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ഒരു ജാതി പാർട്ടിക്ക് കഴിയാത്തതിന്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് വലിയൊരു സ്കോപ്പ് കാണാൻ കഴിയുന്നില്ലെന്നാണ് ഡോക്ടർ പ്രഭാഷ് പറയുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഞാൻ എന്റെ പാർട്ടി അതിനോട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ഇത് കേരള രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് VM സുധീരൻ, കോൺഗ്രസ് പാർട്ടി KPCC, അദ്ദേഹമാണ് പ്രസിഡന്റ്. അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്,
ഇപ്പൊ ഡോക്ടർ പ്രഭാഷ് ആവർത്തിച്ചു. അദ്ദേഹം നല്ലൊരു ഇത് തന്നെയാണ്, കോൺഗ്രസിന്റെ അഭിപ്രായം തന്നെയാണ്. ഇത് തെറ്റാണെന്ന് പറയൂ. അതായത് വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഈഴവ സമുദായത്തിനിടയ്ക്ക് വെള്ളാപ്പള്ളിക്ക് വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയും. അത് ഈ ശൂർനാടൊക്കെ പറയുന്നത് കണ്ണടച്ചിട്ടാക്കുന്ന തുല്യമാണ്. അത് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹം ഈ കേരളത്തിൽ ഒരു സംശയം. ഡോക്ടർ ഐസക്, ഇല്ല, വലിയ ജനസമൂഹമൊന്നുമില്ല. വെള്ളപ്പള്ളി സമുദായ നേതാവ് ആയിരുന്നപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്നാൽ അതേ സ്ഥലത്ത് ഇപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJP പോകാൻ നോക്കിയപ്പോൾ ആ അംഗീകാരം പോയി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇത് സവർണ നേതാക്കന്മാർ മാത്രമല്ല ഉള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എടുക്കൂ, BJP സ്ഥാനാർത്ഥികളുടെ വോട്ട് കൂടി, വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി, ജയിച്ചോടെ എണ്ണം കൂടി. പക്ഷേ ഈ BDJSന്റെ എത്ര പേര് ജയിച്ചു കേരളത്തിൽ? അല്ലെങ്കിൽ SNDPയുടേതായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണം പോലും എനിക്കറിയത്തില്ല. കൊല്ലത്തൊരാളുമില്ല. ഈ രണ്ട് ജില്ലയിലുണ്ട്. ആ ഒരു BJPയുടെ വോട്ടിംഗ് ബേസ്, നേതാക്കന്മാരെ കുറിച്ചൊന്നുമല്ല പറയുന്നത്, അവർ ഇത്തരത്തിലുള്ള ഒരു അലയൻസ് കാര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെടാത്തതിന് കാരണം അവിടെ നിന്ന് കെട്ടിയിറക്കിയത് മുഖ്യമന്ത്രി പദവും പറഞ്ഞുകൊണ്ടാണ്. അത് ദഹിക്കില്ല. കുമാർ, അതിനകത്ത് ഞാൻ കുമാറിനോട് ചോദിക്കാം. കുമാർ, അത് BJPക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എല്ലാ ഘടകങ്ങളെയും ചേർക്കണം. ഇപ്പൊ താങ്കൾ മാണിയോട് ഈ അയിത്തമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞില്ല, ഞാൻ കേരള കോൺഗ്രസിനോട് അയിത്തമില്ലെന്നാ പറഞ്ഞു. ഓക്കെ, മാണിയല്ലേ അത് കേരള കോൺഗ്രസ്. ആയിക്കോട്ടെ, അത് നിങ്ങളെ വ്യാഖ്യാനം. ഞാൻ പറയുന്നത് സാധാരണ മാണിയില്ലാത്ത കേരള കോൺഗ്രസ്. നിലവിൽ കുമാർ, നിലവിൽ മാണിയില്ലാത്ത ഇല്ലല്ലോ. ഓക്കെ, അത് ഒന്ന് അംഗീകരിച്ചു കൊടുക്കുക. രണ്ട്, താങ്കൾ PC തോമസിനെ കുറിച്ച് PC തോമസ് പോലും പറയാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, അത് ഞാൻ പറയാം. ഒരു സെക്കൻഡ്, നേരത്തെ പ്രൂവ് ചെയ്ത കാര്യമാണ് ഞാൻ. അതൊക്കെ 10-15 വർഷമുള്ള കാര്യം. അടുത്ത് 3. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുമാറെ BJPക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കിട്ടുന്ന എല്ലാ ഘടകങ്ങളും ഉപയോഗിക്കണം എന്നുള്ള കാര്യം തർക്കമില്ല. അത് ഏത് പാർട്ടി ഉപയോഗിക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMന്റെ ഭാഗത്തുനിന്നുണ്ടായ കൗണ്ടർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത് ഇദ്ദേഹം മറുപടി പറയാൻ പറ്റില്ല. ഒന്ന്, ഇതുവരെ ഇദ്ദേഹം സമുദായ നേതാവ് മാത്രം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മളത് കുത്തിപ്പോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മൈക്രോ ഫിനാൻസ് ആയാലും അല്ലെങ്കിൽ നിയമനമായാലും കാര്യങ്ങളല്ല. ഇത് അദ്ദേഹം എന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പൊതുമണ്ഡലത്തിൽ ഇറങ്ങിയോ ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരെ കുറിച്ചും മറുപടി പറയാൻ ബാധ്യതയുള്ള ഇദ്ദേഹത്തിനും ബാധ്യതയെ അത് ശരിക്കുള്ള കടന്നാക്കണം. അസ്തപ്രജ്ഞനായിക്കളത്. എന്താണ്, ഏതാണോ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഡോക്ടർ ഐസക് പറഞ്ഞതിനോട് ആഡ് ചെയ്യായിരുന്നു. വാസ്തവത്തിൽ CPMും നിങ്ങളുടെ ഈ കൈരളി ചാനലും അതിശക്തമായ പ്രതിരോധ നിരയാണ് ഏർപ്പെടുത്തിയത്. ഈ രണ്ട് കാര്യം മാത്രമല്ല, ശാശ്വതകാര്യതയാണ് കഷ്ടപ്പെട്ടു പോയ വിഷയം. അല്ലേ, എങ്ങനെ പേടിപ്പിച്ചു? ഒരു സെക്കൻഡ്, നമ്മൾ പേടിപ്പിക്കേണ്ട കാര്യം. കേരള രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ പോയത് അമർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ പറഞ്ഞ ശാശ്വതകാനന്ദ അല്ലെങ്കിൽ ആ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ചോദ്യം വേണേ പെട്ടെന്ന് ചോദിക്കാം. ഓക്കെ, ചോദിക്കുക. എന്തായിരുന്നു ആ ചോദ്യം? ഞാനത് വേണ്ടാന്ന് വെച്ച് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിരുന്ന അതാ. ഓക്കെ, ശാശ്വതകാനന്ദയുടെ ദുരൂഹ മരണമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നവർ 25.2% മാത്രം. ഉവ്വ എന്ന് പറയുന്നവർ 34.6% എടുക്കണം. പ്രതികരണമില്ല 40 എന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും സസ്പെക്ട്. ആ സസ്പീഷന്റെ സൂചിമൊന വെള്ളാപ്പള്ളിയുടെ നെറുകയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഡോക്ടർ ഐസക് പറഞ്ഞ പോലെ. ഒരു സംശയമില്ല. കാരണം 30 അതിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കണക്ക് ശരിയല്ലേ? അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ, അത് അന്വേഷിക്കാനുള്ള ബാധ്യത ശ്രീമാൻ തോമസ് ഐസക് ഭരണത്തിരുന്നപ്പോ ഉണ്ടായിരുന്നല്ലോ. AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന സംഭവമാണ്. അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നു, LDF അധികാരത്തിൽ വന്നു. ഇത്രയും ദുരൂഹത ജനങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരണത്തെക്കുറിച്ച് എനിക്ക് കുമാർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം വെച്ചാൽ ഡോക്ടർ ഐസക് താങ്കളുടെ സർക്കാർ അന്വേഷിച്ചിട്ടില്ല, ശ്രീ ശൂരനാട് താങ്കളുടെ സർക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നില്ല. ഇതിന്റെ ഒക്കെ ഒരു അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെന്ന് കരുതിക്കോളൂ. ഓക്കെ, ഡോക്ടർ ഐസക് പറഞ്ഞു
അതായത് അന്വേഷിക്കാത്തത് ഒരു വീഴ്ചയാണെന്ന് താങ്കൾ പറഞ്ഞു. അതെ. അല്ലേ? ഒന്നുകൂടെ പറയൂ സർ. വേണ്ടത്ര ഫലപ്രദമായ അന്വേഷണം നടക്കാത്തത് ഒരു പോരായ്മ തന്നെ. ഓക്കേ. ഈ പോരായ്മ നികത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷണ ഏജൻസി ഉള്ള കുമാറിന് വേണമെങ്കിൽ ചെയ്യാവുന്ന അതായത് ഇനി നിങ്ങൾ രണ്ടുപേരുടെ പോരായ്മ ഒന്നുകിൽ കോടതി ഇടപെടണം, അല്ലെങ്കിൽ സംസ്ഥാനം ആവശ്യപ്പെടണം. അങ്ങനെ അല്ലാതെ ഒരു കേന്ദ്ര ഇടപെടൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? കുമാർ ഒരു സെക്കൻഡ്, BJP ഏതെല്ലാം മരണങ്ങളും കൊലപാതകങ്ങളും അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. അല്ല പറയുന്നുണ്ട്. അല്ല അജിത്തെ, എനിക്ക് ഈ രണ്ടു കൂട്ടരും പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി കുമാറിന് ഒരു വിജയിക്കാൻ അവസരം കൊടുക്കണോ? അല്ലെ, ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലുണ്ടായ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉണ്ടായിരുന്ന ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് ഒരു ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്, ശ്രീ കുമ്മനം രാജശേഖരൻ ആ കാലഘട്ടത്തിൽ ഈ കാര്യം അന്വേഷിക്കണമെന്നും ഇതിന് തൊട്ടു മുമ്പുള്ള വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നും ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിരാഹാരം കിടന്ന ശ്രീ സ്വാമിജി പ്രകാശാനന്ദ സ്വാമിജിയുടെ ആ ധർണ പന്തലിൽ വന്ന് നിവേദനം ഏറ്റുവാങ്ങി അവരെയും കൊണ്ട് ഡൽഹിയിൽ പോയി അന്നത്തെ NDA സർക്കാരിനെ സമീപിച്ചു എന്നൊരു ചർച്ചയുണ്ട്. ഇതിന്റെ ഡോക്യുമെന്റ്സും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, കുമാറെ, ഇനി അതൊക്കെ മറക്കേണ്ട സമയമായി അല്ലേ? മറക്കാൻ പറ്റുന്നതാണ് അത് മറക്കാതിരിക്കാൻ പറ്റില്ല. എനിവേ നമ്മള് ഡോക്ടർ ഐസക് സൂര്യനാട്, നമ്മള് ഈ പറഞ്ഞ BDGS ഫാക്ടർ, അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം, BJP വോട്ടർമാർക്ക് തന്നെ അതിനോടുള്ള പ്രതികരണം തുടങ്ങിയൊക്കെ നമ്മൾ പരിശോധിച്ചു. നമുക്കൊരു ഇടവേള കഴിഞ്ഞിട്ട് നമുക്ക്